ഇന്നത്തെ രാഷ്ട്രീയ ഭരണ വ്യവസ്ഥിതി അങ്ങനെ ഒരു ചുമടാണ് ജനങ്ങളുടെ മേൽ, അങ്ങനെ ഒരു ഇടിയാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ നായകന്മാരിലൂടെ അവർ കൊതിക്കുന്നു, ഇനിയും കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം രാഷ്ട്രീയ ഭരണ രംഗത്ത് വരും. MGR വരും. നിങ്ങൾ പേടിച്ചോളൂ, പേടിച്ചില്ലായ്മയിലേക്ക് കൂപ്പ് കുത്തിക്കോളൂ എന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് ഒരാരോപണങ്ങളുമില്ല, ദുരാരോപണങ്ങളുമില്ല. ഈ 5 വർഷങ്ങളിൽ ഞാൻ അവരെ വിളിക്കുന്നത് അഞ്ചന്മാരെന്നാണ്. അടുത്ത അഞ്ചനാവാൻ വേണ്ടി തയ്യാറെടുത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മൂന്നാമത്തെ അഞ്ചൻ ഉറപ്പായിട്ടും കഴിഞ്ഞ 2 അഞ്ചന്മാരെക്കാളും വളരെ മികച്ച രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പ്രകടനം കാഴ്ചവെക്കുന്നതാണ് എൻ്റെ അടിവരയിട്ട് പറയാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. അവിടെയും സിനിമയിൽ ദൈവം എനിക്ക് കുറച്ചധികമായിട്ട് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ് എൻ്റെ ഡയലോഗുകൾ പലതും ടാഗ് ലൈനുകളാവുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ പറയുന്നു, കേരളം അതുപോലെ തന്നെ തൃശ്ശൂർ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ജനപ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ പ്രവർത്തനത്തെക്കാൾ മികച്ച രീതിയിൽ എന്ന് പറയുമ്പോൾ സിനിമയിലെ തന്നെ ഒരു ടാഗ് ലൈനാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. അതുക്കും മേലെ ഉറപ്പ്, അതാണ് എൻ്റെ വാഗ്ദാനം. അതുക്കും മേലെ. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയും. ആകാശമാണ് അതിൻ്റെ പരിധി. നോക്കട്ടെ, എന്തൊക്കെയോ കാര്യങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു അടിത്തട്ട് വർഗം, ഒരു ഇടത്തട്ട് വർഗം ആവശ്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് എല്ലാവർക്കും ഒരു മനസ്സൗഖ്യം പകർന്നു കൊടുക്കുന്ന തരത്തിൽ തൃശ്ശൂരിന് നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും അതിന് ഞാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ കാൽ കീഴിൽ നിന്നുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.